നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 283-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും സീരിയൽ സംവിധായകനുമൊക്കെയായ ശ്രീ സജി സുരേന്ദ്രനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മേഘം, മന്ദാരം എന്ന 2 എപ്പിസോഡുകളിൽ രണ്ട് പരമ്പരയിൽ ഈ 2 എപ്പിസോഡുകളിൽ വീതം അഭിനയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാലം ഏറെ കടന്നിരിക്കുന്നു. സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ, വളരെ നല്ല രീതിയിൽ, നല്ല കാഴ്ചപ്പാടോടുകൂടി, ഊർജ്ജസ്വലതയോടുകൂടി കലയുടെ കൊടുമുടി കീഴടക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും. 28-29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കുറേയധികം ആർട്ടിസ്റ്റുകളെയും കുറേയധികം പേരെയും വെച്ച് വളരെ ദീർഘമായ വീക്ഷണത്തോടെ, ദീർഘമായ കാഴ്ചപ്പാടോടെ ചിത്രങ്ങൾ ചെയ്ത നല്ലൊരു വ്യക്തി. ഞാനും അദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് എന്നോടൊപ്പം ദുബായിൽ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ ദുബായിലെ ഫ്ലാറ്റിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരുമകനാണ്, നമുക്ക് ഇപ്പം ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് പോയി സംസാരിക്കാം, നിങ്ങൾക്ക് ഒരു ശ്രദ്ധേയമായ വേഷമൊക്കെ തരാൻ ഞാൻ പറയാം, എന്താ നമുക്ക് വയ്ക്കൂടെ? വേണ്ട, കാലം ഇനിയും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശകളൊക്കെ പറയാറുണ്ട്. ഈ 2 സീരിയലിലെ വേഷങ്ങളിൽ അഭിനയിക്കുമ്പോഴും രസകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ടുപോലും മോശമായി പെരുമാറാത്ത ഒരു നല്ലൊരു വ്യക്തിത്വം. അപ്പോൾ ആ 2 സീരിയലിലും അഭിനയിക്കാൻ കാരണഭൂതനായത് എൻ്റെ സുഹൃത്തും ക്യാമറാമാനുമായ ശ്രീ അനിൽ നായരാണ്. അതുകൂടി പറയേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അവരെ മറക്കുന്ന ഒരു മനസ്സാണ് ഏറിയ പേർക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എടുത്തു പറഞ്ഞത്. സജി സുരേന്ദ്രൻ്റെ സംവിധാന മുഖവും അന്നത്തെ ഹൃദ്യമായ പെരുമാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ആണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. കാണുമല്ലോ.